ഞാനൊരു സ്റ്റോറി പറയാം. ഇത് എത്രത്തോളം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊക്കെ ആൾക്കാരിലൊക്കെ പല രീതികളിലാണ് നടക്കുന്നത്. ഈ സ്റ്റോറി ഒരു ക്രിഞ്ചക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാലും ഞാൻ പറയാം. ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയാണ് ഞാൻ പറയുന്ന ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. ഇവളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അധികം ആൾക്കാരോടൊന്നും സംസാരിക്കാത്ത, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ അധികം ഫ്രണ്ട് സർക്കിളൊന്നും കീപ്പ് ചെയ്യാത്തൊരു പെൺകുട്ടിയാണ്. പൊതുവെ ഇങ്ങനെ ലോൺലെസ് ആയിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഈ പെൺകുട്ടിയുടെ ലൈഫിലേക്ക് ഒരു മിസ് കോള് വരുവാണ്. മിസ് കോള് വരുമ്പം ആദ്യം ഇവരെന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഈ പെൺകുട്ടി എന്ത് ചെയ്തു? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, മിസ് കോൾ അല്ലേ, പരിചയമില്ലാത്ത നമ്പർ അല്ലേ, ഇവളെന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ഓക്കെ. പിറ്റേ ദിവസവും ഈ നമ്പറിൽ നിന്ന് ഒരു മിസ് കോള് ഈ സെയിം ടൈമിൽ വിളിക്കുന്നുണ്ട്. അപ്പോഴും അവൾ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. പിന്നെയും ഇത് കണ്ടിന്യൂസ് ആയപ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട്, ആരാ നീ, എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ചുമ്മാ വിളിച്ചതാണെന്ന്. അപ്പൊ അവൾ വിചാരിച്ച എന്തെങ്കിലും ഞരമ്പായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഞരമ്പ് രോഗികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞു, ഇനി മേലാൽ എന്റെ നമ്പറിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അവൻ എന്ത് ചെയ്തു? ആ പയ്യൻ ഫോൺ കട്ട് ചെയ്തു, ഇവളും ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഇവള് രാവിലെ ഇതേ കണക്ക് പഠിക്കാൻ പോയി, രാത്രി ഇതേ കണക്ക് വന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ ഇതേ കണക്ക് കിടന്നുകൊണ്ടിരുന്നപ്പം ഈ നമ്പറിൽ നിന്ന്, സെയിം നമ്പറിൽ നിന്ന് പിന്നെയും മിസ് കോൾ അടിച്ചു. മിസ് കോൾ അടിച്ചപ്പോൾ അവള് തിരിച്ചു വിളിച്ചു. സാധാരണ മിസ് കോൾ അടിച്ചാലൊന്നും തിരിച്ചു വിളിക്കരുത്. അതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത്. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവള് എന്ത് ചെയ്തു? നമുക്ക് 10 പറയാനുള്ളതുകൊണ്ട് ഇവള് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ നമ്പറിലേക്ക് വിളിക്കരുതെന്ന്. അപ്പം അവൻ പറഞ്ഞു, സോറി, ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവൻ ഒരുപാട് അവളുടെ അടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം അവന്റെ തെറ്റുകൾ. അപ്പൊ അവൾക്ക് ഇങ്ങനെ തോന്നി അവൻ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അവള് പറഞ്ഞു, അത് കുഴപ്പമില്ല, എന്ത് ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് പരസ്പരം അങ്ങോട്ട് സംസാരിച്ച് അവർ ഭയങ്കര കമ്പനിയായി. അവർ തമ്മിൽ ഭയങ്കര വൈബൊക്കെ കണക്റ്റഡ് ആയി. അങ്ങനെ ഒരു ജിൽ ടീംസ് ഒക്കെ ആയി. അങ്ങനെ അവരുടെ കണക്ഷനൊക്കെ ഓക്കെ. അങ്ങനെ അവർ തമ്മിൽ എന്താ പറയാ, ലവേഴ്സ് ഒന്നും അല്ല, ബെസ്റ്റ് ഫ്രണ്ട്സും അല്ല. പക്ഷെ ഇതിനിടയ്ക്ക് എന്താ പറയാ, ബെസ്റ്റിക്ക് കീഴെ എന്തോ അതുപോലൊരു സംഭവമാണ് ഇവർ തമ്മിലുള്ളത്. ബെസ്റ്റി എന്നും പറയാം, എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഫീലിങ്സ് ആണ് ഇവർ തമ്മിൽ. അപ്പം അവൾക്ക് സ്വയമേ അവിടെ തോന്നുന്നുണ്ട് അവൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരാളാണ്, അവൾക്ക് സംസാരിക്കാനൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഒരു ആളായിട്ടാണ് അവൾക്ക് തോന്നിയത്. അങ്ങനെ ഇവരുടെ സംസാരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അവന്റെ കോള് സഡൻ ആയിട്ട് നിന്നു. ഇവിടെ ഞാൻ പെട്ടെന്ന് നിന്നപ്പം ഇങ്ങനെ ലോൺലെസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവളുടെ ഹൃദയത്തിലേക്ക് പൂമ്പാറ്റ വന്ന് നിറഞ്ഞിട്ട് പിന്നെ തേൻ കുടിച്ച് പോകുന്ന ഒരു ഫീലായിരുന്നു അവൾക്ക്. അപ്പൊ അവള് ഭയങ്കരമായിട്ട് വിഷമിച്ച്, നീ എന്നോട് ഈ ചതി ചെയ്യുവാറുണ്ടായിരുന്നു എന്നായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷേ എന്ത് ചെയ്തു? ഇവളുടെ ഈ ധൈര്യശാലിയായ പെണ്ണ് അവൻ അയക്കുന്ന മെസ്സേജുകള് ഒക്കെ, ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയാ, ഓൺലൈനിൽ മെസ്സേജ് അയക്കാത്തതൊക്കെ അവൾ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്യാണ്. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, എവിടുന്നോ വന്ന ഒരുത്തിന് വേണ്ടി ഞാൻ എന്തിന് കണ്ണീര് പൊഴിക്കണം എന്നുള്ളൊരു മൈൻഡിലായി ഇവളുടെ തോട്ട്. അങ്ങനെ ഇവള് സ്ലോലി ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അവന്റെ ഫോട്ടോസ് ഒക്കെ അവൾക്ക് തന്നതൊക്കെ ഡിലീറ്റ് ചെയ്തു. അവനും അവൾക്ക് ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവള് സ്കിപ്പ് ചെയ്തു. അവള് പിന്നെയും അവളുടെ പഴയ പവറൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി അവള് പുതിയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവള് നിന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും അവന്റെ ഓർമ്മകൾ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, അന്ന് രാത്രി ഭയങ്കരമായിട്ടൊരു മഴയൊക്കെ പെയ്ത് ഇടിവെട്ടി കറണ്ട് പോയപ്പോഴത്തേക്ക് അവൾക്ക് വീണ്ടും ലോൺലെസ് ഫീൽ ചെയ്തിട്ട് അവൾ എന്ത് ചെയ്തു? ബാൽക്കണിയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബാൽക്കണിയിൽ പോയിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അവളുടെ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സെയിം നമ്പറിൽ നിന്ന് അവൾക്ക് വീണ്ടും മിസ് കോൾ. അവള് പെട്ടെന്ന് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ, പാനിക് ആവാതെ അവൾ എന്ത് ചെയ്തു? ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചതും അവൻ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. ആ നമ്പറിൽ നിന്ന് വിളിച്ച അവൻ ആ നമ്പർ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ. അപ്പോഴത്തേക്ക് അവൾക്ക് പിന്നെയും എന്ത് ചെയ്യണം എന്നറിയാതെ, ഇനി അവനായിരിക്കും, ഇനി അവന്റെ അമ്മയച്ഛനങ്ങനായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷന്, അവനെ വഴിപഴപ്പിച്ചു പോയോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ആ നമ്പറിൽ നിന്നൊരു മെസ്സേജ് വന്നു, സോറി ലേറ്റ് ആയി. അതിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ സാധാരണ ഒരാള് മിസ് കോൾ അടിച്ചിട്ട് അവർ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ വിളിച്ചിട്ട് പറയാം സോറി ലേറ്റ് ആയി എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണെന്ന് അറിയത്തില്ല. പക്ഷെ അവർക്ക് സോറി ലേറ്റ് ആയി എന്നാണ് മെസ്സേജ് അയച്ചത്. ഓക്കെ, അവളുടെ അപ്പം ഉള്ള മനസ്സിലെ ഒരു വിഷമം എന്ന് വെച്ചാൽ, അയ്യോ ഞാൻ കരയണോ ചിരിക്കണോ എന്നുള്ളൊരു വികാരമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വികാരം. അപ്പം അവൾ എന്ത് ചെയ്തു? ദേഷ്യ ചോദിക്കാണ്, നീ എവിടെ ആയിരുന്നു? അപ്പം അവൻ
ഒന്നും മിണ്ടുന്നില്ല. ആ മെസ്സേജിന് അവൻ ഒരു റിപ്ലൈയും തരുന്നില്ല. നീ എവിടെ ആയിരുന്നു ചോദിച്ചു. അവൻ പറയാണ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്കൊരു ആക്സിഡന്റ് പറ്റി അവൻ റിപ്ലൈ കൊടുത്തു. അപ്പോഴത്തേക്ക് അവൾക്ക് സന്തോഷമായി. അവൻ ഹോസ്പിറ്റലായതുകൊണ്ടാണ് എന്നെ വിളിക്കാനത്, അല്ലാതെ അവൻ എന്താ പറയാ എന്നെ തേക്കുന്നു അല്ലെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ലായിരുന്നു. അവൻ ചത്തുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് സന്തോഷമായിരുന്നേരെ. അപ്പം അവൾക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ടായിരുന്നു. അവൾക്ക് എന്താണ് അറിയേണ്ടത്, ഇവന്റെ ആ സൗണ്ട് മാത്രം ഒന്ന് കേട്ടാൽ മതി. അവളെ ഇഗ്നോർ ചെയ്തിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലിൽ മരണവെപ്രാളം പിടിച്ച് കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം മാത്രം അവൾക്ക് അറിയാൻ മതി. അങ്ങനെ അവര് ലോങ് ഇമോഷൻസ് റിയൂണിയൻ ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത പിന്നെയും ഇവർ യൂഷ്വലി ആ പഴയ കോളിംഗ് ഒക്കെ തുടങ്ങി. അവൻ എന്നും ഈ സമയമൊക്കെ ആകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പം അവൻ കോൾ ചെയ്യുമ്പോൾ അവൾ എടുത്തങ്ങ് സംസാരിച്ചിട്ട് എന്താ പറയാ അവർ കുറേ നേരം മണിക്കൂറുകളോളം സംസാരിച്ച് അവള് എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നീ ഇപ്പോഴും ഞാൻ വിളിക്കാതിരിക്കുന്ന സമയത്ത് നീ എന്നെ 11:30 വരെ ഒക്കെ നീ ഉറങ്ങാതെ എന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് വെച്ചു. അപ്പം അവള് പറയാണ് എനിക്ക് ചില ഹാബിറ്റ്സ് ഒന്നും മറക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അവനെ മൂവ് ഓൺ ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു, അത് പക്ഷെ അവനോട് പറഞ്ഞില്ല. ചില ഹാബിറ്റ്സ് ഒന്നും അവൾക്ക് മറക്കാൻ പറ്റില്ലെന്ന് ഇതാണ് പറയുന്നത് അവൻ. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് അവളുടെ ഇമോഷൻസ് ഒന്നും അവൻ ചത്താലും കുഴപ്പമില്ല, അവന്റെ വോയിസ് കേട്ടാൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത്. അപ്പൊ കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യും.